എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ് ആരായിരിക്കുമെന്നാണ്. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ സന്ദർശനം നടത്തിയതായി ചില വാർത്തകളുണ്ട്. പിന്നീട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും സുരേന്ദ്രൻ ആയിരിക്കുമെന്ന ചില വാർത്തകളുമുണ്ട്. ഇതിലേതായിരിക്കും വാസ്തവം? എങ്ങനെയായിരിക്കും പുതിയ പ്രസിഡന്റിൻ്റെ വെല്ലുവിളികൾ? എന്തായാലും ബി.ജെ.പി കേരള ഘടകത്തിനകത്ത് ഒരു സമൂലമായ മാറ്റം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അമിത്ഷാ ശോഭാ സുരേന്ദ്രനുമായിട്ട് വിളിച്ചു വരുത്തി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൽ തന്നെ പലരും അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനായിരിക്കും അടുത്ത ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന്. ഇതേറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സുരേന്ദ്രൻ്റെ ഒരു അവസരം തീരാറായി, മാറിക്കൊടുത്തേ പറ്റുകയുള്ളൂ. വേണമെന്ന് വെച്ചാൽ വീണ്ടും തുടരാം എന്ന് പറഞ്ഞാലും അതിനകത്തൊരു അതിശയോക്തിയൊന്നുമില്ല. അങ്ങനെ സംഭവിക്കാവുന്ന അത് സാധ്യത വളരെ കുറവാണ്. മറിച്ച് ശോഭാ സുരേന്ദ്രന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ മറ്റൊരു തരത്തിലുള്ള ഒരു പരിഗണനയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതിനിടയ്ക്ക് എം ടി രമേശൻ്റെ പേര് ഉയർന്നു വന്നു. പക്ഷേ അതിനേക്കാൾ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന മുൻഗണന രാജീവ് ചന്ദ്രശേഖറിനാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഏതാണ്ട് വിജയം അടുത്തു വന്നു. വിജയം ഉറപ്പിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി. വെറും ഒരു 15,000 വോട്ടിൽ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 15,000 വോട്ടെന്ന് പറയുന്നത് വലിയ കൂടുതലല്ല. അപ്പോൾ വിജയം ഏതാണ്ട് അടുത്ത് വന്നിരിക്കുകയാണ്. ഇതേപോലുള്ള ഒരു സമാന സാഹചര്യം ഒ രാജഗോപാൽ മത്സരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ പക്ഷേ കേന്ദ്ര നേതൃത്വം ഈ അവസാന നിമിഷത്തിലാണ് ഇങ്ങോട്ട് ഇറക്കിയത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തുകാർക്ക് മുഴുവൻ അദ്ദേഹം പരിചിതമായി തീർന്നിട്ടില്ല. നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരനെ അറിയപ്പെട്ടിരുന്നുള്ളൂ. അതുപോലെ തീരദേശ മേഖലകളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നും പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഏതൊക്കെയാണെന്നും അവിടേക്ക് എത്തിക്കുന്നതിലും ബി.ജെ.പി ഘടകത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്നുള്ള വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ 2026 വരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കേരള ഘടകത്തിനകത്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട് 2025, അതായത് ഈ വർഷം ഒക്ടോബറിൽ പുതിയ ഭരണസമിതി നിലവിൽ വരണം. അതിനു മുമ്പായി നടക്കണം. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ജില്ലയുടെ വലിപ്പത്തിനനുസരിച്ച് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടുന്നു. ചിലയിടങ്ങളിൽ 3 പ്രസിഡന്റുമാർ, ചിലയിടങ്ങളിൽ 2, ചെറിയ ഇടങ്ങളിൽ ജില്ലകളിൽ ഒരാൾ മാത്രം തുടരുകയും ചെയ്യും. അപ്പോൾ അവരത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. പല ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു പോവുക. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ ഇങ്ങോട്ടേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പലരും പറയുന്നുണ്ട് വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഇതൊരു ബി.ജെ.പിയിൽ ഒരു വിഭാഗീയതയുടെ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻ മാറുന്നു, അതുപോലെ തന്നെ മുരളീധരൻ ഒക്കെ തന്നെ മാറി നിൽക്കുന്ന അവസരത്തിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെയും വിഭാഗീയതയുണ്ടാകും. മാറി നിൽക്കുന്നവർ അവിടെ പാർട്ടിക്കകത്ത് ശോഭയ്ക്കെതിരെ രംഗത്ത് വരും എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ഇടപെടലോടുകൂടി രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. രാജീവ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ സമർത്ഥനാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് അദ്ദേഹം ഏത് തരത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണം പാർട്ടിക്കുണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ബി.ജെ.പിക്ക് ഒരു വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കാൻ തീർച്ചപ്പെടുത്തുന്നത്. നിലവിൽ പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷനോടൊപ്പം അടുത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ കൈകളിലേക്ക് വരാവുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം അടുത്ത് നിൽക്കുകയാണ്, പിന്നെ തൃശ്ശൂരിലെ സാധ്യതയുണ്ട്, പിന്നെ നിരവധി മുനിസിപ്പാലിറ്റി, പിന്നെ പഞ്ചായത്തുകൾ,
ഇനി ഒരിടത്തും അധികാരം പിടിച്ചില്ലെങ്കിൽ പോലും സീറ്റുകൾ എല്ലാ ഇടങ്ങളിലും നല്ല രീതിയിൽ വർധന ഉണ്ടാക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ വർധനവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറയും അത് അവിടെ വേറൊരു രാഷ്ട്രീയമാണ്, പ്രാദേശിക ഘടകം ആയിരിക്കും അവിടെ പ്രവർത്തിക്കുക, പ്രാദേശിക സംഭവങ്ങളായിരിക്കും അവിടെ വരിക എന്നൊക്കെ ആണ്. അങ്ങനെയുള്ളിടത്ത് BJPക്ക് എത്താൻ കഴിയണം, ആ തരത്തിലേക്ക് ഇറങ്ങി താഴേത്തട്ടിലേക്ക് ചെല്ലണം എന്നുള്ള പ്രവർത്തന രീതിയാണ് അവരിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചില ഇടങ്ങളിൽ ചില ജില്ലകൾക്ക് 3 പ്രസിഡന്റുമാരെ കൊടുത്തതും അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പിന്നീട് എവിടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ഒരു 12-15 സീറ്റ് വരെയാണ്. ഇത് പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. 12 മുതൽ 15 സീറ്റ് വരെ. ഇത് നമ്മളുടെ ഒരു ഊഹാപോഹമൊന്നും അല്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമനുസരിച്ച് BJP നേടിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 12 മുതൽ 15 എന്നുള്ളത് കൂട്ടാൻ സാധിക്കും. അതിശക്തമായിട്ടുള്ള താഴേത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇതിനകത്ത് മാറ്റം വരും. മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ 2036 ഇവർ കേരളത്തിലെ ഭരണം നോട്ടമിട്ടിരിക്കുന്നത്. അത്രയും വരെ പോകണ്ട, അതിനു മുമ്പായിട്ട് കേരളം പിടിച്ചെടുക്കാൻ കഴിയും എന്ന് BJP നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വലിയ ബിസിനസ്സുകാരനായിരിക്കും. പക്ഷേ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല ഒരു സംഘാടകൻ കൂടിയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ തന്ത്രവും രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ഇതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് BJP കേരള ഘടകത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. BJPയുടെ കേരള ഘടകവുമായിട്ട് ഒന്നും എപ്പോഴും ബന്ധം പുലർത്തിയിട്ടുള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം സുരേഷ് ഗോപി കേരള ഘടകവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സുരേഷ് ഗോപി തന്നെ നേരത്തെ അങ്ങ് ഡിക്ലെയർ ചെയ്തതാണ്, ഞാൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ തൃശ്ശൂർ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമായിരുന്നു. അവിടെ നരേന്ദ്രമോദി വന്ന അവസരത്തിൽ അമിത്ഷായൊക്കെ വന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി അവിടെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു, ഇതില്ല ഞാൻ തൃശ്ശൂർ എടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിന് ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. തങ്ങൾ നേരിട്ട് നടത്താത്ത ഒരു സ്വയം പ്രഖ്യാപനം സുരേഷ് ഗോപി നടത്തിയതിൽ. പക്ഷേ സ്വയം പ്രഖ്യാപനമാണ് നടത്തിയതെങ്കിലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഈ സുരേഷ് ഗോപിയോടുള്ള ബന്ധവും അതിനുവേണ്ടി ആഞ്ഞു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രദ്ധ അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തിനായിരുന്നു. പക്ഷെ അവിടെയും കൊടുത്തു. പക്ഷെ വിജയം തൃശ്ശൂരിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെ പിന്നെ ഒരു സിനിമാ പരിവേഷം കൂടി ഉള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞ് പിന്നീട് നിയമസഭയിലേക്ക് തന്നെ ഇറക്കുക എന്നുള്ള രീതിയും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്നാൽ തന്നെയും മത്സരിക്കാമല്ലോ. സുരേന്ദ്രൻ മത്സരിച്ചിട്ടില്ല, 2 ഇടത്ത് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നേടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. വിജയവും ഉറപ്പായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ലോക്സഭ അതിന് സമയം പിന്നെ നിൽക്കുകയാണ്. 2029 അത് വരുന്നത്. 26 കേരള നിയമസഭ നടക്കണം. അപ്പോൾ ഇതിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നുണ്ട് 26 ഭരണം പിടിക്കും. അതിൻ്റെ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഇപ്പോൾ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് സാമുദായിക സംഘടനകൾ ഇങ്ങനെ ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരും മുസ്ലിം ലീഗും VD സതീശൻ്റെ പിന്നിൽ നിലയുറപ്പിച്ചപ്പോൾ ഈഴവ സമുദായവും അതുപോലെ നായർ സമുദായവും ചെന്നിത്തലയുടെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരു ടീമുകളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമുക്കറിയാം പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇവരൊന്നുമല്ലാതെ വേറെ ആരെങ്കിലും ചിലരൊക്കെ ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇതിൻ്റെ പേരിൽ ഒരപജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ LDFിനകത്ത് പൊതുവെ ഒരു അപജയം ഉണ്ട്. ഈ സ്പേസ് BJP എടുക്കും.
ആ സ്പേസ് എടുത്തു കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് അങ്ങോട്ട് മുന്നേറ്റം തുടരാം. ക്രൈസ്തവ സഭകളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നുണ്ട്, ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് കൂടുതൽ സമാഹരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഇനിയിപ്പോൾ കളത്തിലിറങ്ങാൻ പോകുന്നത്, കളം നിറഞ്ഞ് ആടാൻ പോകുന്നത്.